കോഴിക്കോട് താമരശ്ശേരിയിൽ ഷഹബാസിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റിക്ക് ഗുരുതര വീഴ്ചയെന്ന് റിപ്പോർട്ട്. താമരശ്ശേരി CPCയുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചതായി നേരത്തെ ആരോപണമുയർന്നിരുന്നു. ഇത് ശരിവെക്കുന്നതായിരുന്നു CWCയുടെ റിപ്പോർട്ട്. വിവരങ്ങളുമായി അഭിന ചേരുന്നു. അഭിന, താമരശ്ശേരി ഷഹബാസിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഇപ്പോൾ ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റിക്കെതിരെ ഗുരുതര വീഴ്ചയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും വൃന്ദ, ഈ ഷഹബാസിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ ഈ റിപ്പോർട്ട് CWC തേടിയിട്ടുണ്ടായിരുന്നു. ഒടുവിൽ ആ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ താമരശ്ശേരി ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റിക്ക് ഗുരുതരമായി വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത്. താമരശ്ശേരി CPCയുടെ ഭാഗത്ത് വലിയ രീതിയിൽ വീഴ്ച ഉണ്ടായിരുന്നു എന്നുള്ളത് നേരത്തെ വലിയൊരു ആരോപണം ഉയർന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു ആരോപണമെല്ലാം ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ CWCയുടെ റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം. കുട്ടികളുടെ സംരക്ഷണത്തിനായി തദ്ദേശ സ്ഥാപനങ്ങളിൽ നിലവിലുള്ള പ്രത്യേക ഒരു കമ്മിറ്റിയാണ് CPC, അതായത് ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി. ഇതിലാണ് ഇപ്പോൾ ഈ ഒരു CPCക്കാണ് ഇപ്പോൾ നിലവിൽ ഗുരുതരമായി വീഴ്ച സംഭവിച്ചു എന്നുള്ള റിപ്പോർട്ട് CWC ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. എലൈറ്റിൽ MJHSS വിദ്യാർത്ഥി ചുങ്കം പാലോർക്കുത് മുഹമ്മദ് ഷഹബാസിന്റെ മരണത്തിന് മുൻപ് വിദ്യാർത്ഥികൾ തമ്മിൽ വലിയ രീതിയിലുള്ള സംഘടന ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഷഹബാസും അതോടൊപ്പം തന്നെ ഷഹബാസിനെ ആക്രമിച്ച മറ്റ് 6 പേര്, ഈ 6 പേരെ നിലവിൽ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. 6 പേരും ഇപ്പോൾ ജുവനൈൽ ഹോമിൽ കഴിഞ്ഞു വരികയാണ്. ഇരുവരും ഈ 6 പേരും അല്ലെങ്കിൽ 6 കൂടുതൽ ആളുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കുടുംബവും ആരോപിക്കുന്നത്. ഏതായാലും ഈ വിദ്യാർത്ഥികളെല്ലാം തന്നെ ഷഹബാസിനെ ആദ്യം ആക്രമിക്കുന്ന സമയത്ത് നമുക്കറിയാം, ഈ സ്വകാര്യ ട്യൂഷൻ സെന്ററിന് സമീപത്ത് വെച്ചിട്ടായിരുന്നു ഷഹബാസിനെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു പരിപാടി ഫെയർവെൽ പാർട്ടി നടക്കുന്ന ദിവസം തന്നെ ഈ അധ്യാപകരെല്ലാം തന്നെ ഈ ഒരു സംഘടന കണ്ടതാണ്. പക്ഷെ അതേസമയം തന്നെ അധ്യാപകരടക്കം ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് വിദ്യാർത്ഥികളെ പിന്തിരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ഒരു സംഘടന ഫലപ്രദമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ താമരശ്ശേരി CPCക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോ പുറത്തു വരുന്ന ഒരു റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ഈ CPC യോഗം, അതായത് ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി കൂടുന്നത്. അതായത് CPC ഈ ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് അവസാനമായി യോഗം ചേർന്നത് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പോലീസിനെയും എക്സസിനെയും സാമൂഹിക നീതി വകുപ്പ് പ്രതിനിധികളെയും പങ്കെടുപ്പിച്ചിട്ടില്ല എന്നുള്ളൊരു കണ്ടെത്തലുകളും ഇതിനോടകം തന്നെ പുറത്തു വരുന്നുണ്ട്. ഇതടക്കമുള്ള വീഴ്ചകൾ സ്ഥിരീകരിച്ചുകൊണ്ടാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി റൂറൽ പോലീസിന് ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ CPC ഗൗരവമായി യോഗം ചേരുന്നില്ല എന്നുള്ളൊരു കണ്ടെത്തൽ കൂടിയാണ് ഇപ്പോൾ CWCയുടെ റിപ്പോർട്ടിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്ന സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം. അതോടൊപ്പം തന്നെ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റിയുടെ അടിയന്തര യോഗം കളക്ടർ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഈ ഒരു യോഗത്തിൽ ഈ ഷഹബാസിന്റെ മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘടനവും അതോടൊപ്പം തന്നെ ഈ ഇത്തരത്തിലുള്ള വിദ്യാലയങ്ങളിലും അതുപോലെ സ്വകാര്യ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ഈ പാർട്ടികൾ, അതായത് ഈ വിദ്യാർത്ഥികൾ യാത്രയയപ്പ് പോലുള്ള പരിപാടികൾ സ്വകാര്യ ട്യൂഷൻ സെന്ററുകളിൽ വെച്ച് നടത്തണോ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ കളക്ടർ വിശദമായൊരു യോഗം ചേരാൻ തന്നെയാണ് ഇത്തരത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. ഏതായാലും ഈ താമരശ്ശേരി സംഭവം, ഷഹബാസിന്റെ സംഭവമായിരിക്കും പ്രധാനമായും പ്രധാന അജണ്ടയായിട്ട് ഉണ്ടാവുക. അതോടൊപ്പം തന്നെ ഈ ഒരു കേസിൽ കൂട്ടിച്ചേർക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഷഹബാസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾക്ക് ഈ കേസിൽ പങ്കുണ്ട് എന്നുള്ളത് തന്നെയാണ് പിതാവ് ഇപ്പോഴും ആരോപിക്കുന്ന ഒരു കാരണം. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു കേസ് ആ തരത്തിലേക്ക് പോകണം എന്ന് തന്നെയാണ് പിതാവ് പ്രധാനമായും ആവശ്യപ്പെട്ടത്. ഇതുവരെയായിട്ടും കുട്ടികളുടെ രക്ഷിതാക്കളിലേക്ക് ഈ ഒരു അന്വേഷണം നീണ്ടിട്ടില്ല. നിലവിൽ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഈ ഡിജിറ്റൽ തെളിവുകളുടെയും അതോടൊപ്പം തന്നെ ഈ മൊഴികളുടെ അടിസ്ഥാനത്തിലുമാണ് ഇപ്പോൾ കേസ് അന്വേഷണം പുരോഗമിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ നഞ്ചത്ത് കണ്ടെടുത്ത ഒരു സാഹചര്യത്തിൽ ഈ കുട്ടിയുടെ അനിയൻ ഈ കരാട്ടെ പഠിക്കുന്നുണ്ട്. ഈ കരാട്ടയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ലഭിച്ചത്, അതായത് പ്രതികളിൽ ഒരാളുടെ അനിയന് ലഭിച്ച നഞ്ചക്കാണ്. അത് വെച്ചിട്ടാണ് ഇത്തരത്തിൽ ഷഹബാസിനെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പോലീസിന്റെ ഒരു നിഗമനം ഇതിൽ മുതിർന്നവരാരും ഇല്ല എന്നുള്ള ഒരു നിഗമനത്തിലാണ്, പ്രാഥമിക നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. പക്ഷെ അതിൽ ഉറപ്പുവരുത്താനായിട്ടില്ല എന്ന് തന്നെയാണ് ഷഹബാസിന്റെ പിതാവും പറയുന്ന ഒരു കാര്യം. എന്താ ശരി അഭിന.